ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. IFRA'S വേൾഡ് എന്നാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. എൻ്റെ മോളുടെ പേരാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഏകദേശം ഒരു 1.5 കിലോ ബീഫ് നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 ഫീസിൽ കേൾക്കുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 മുറി തേങ്ങയുടെ കൊത്തെടുത്തിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ ഉള്ളി 1 പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മുറിക്കുകയൊന്നും വേണ്ട, മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ചേർത്തേക്കുന്ന ഒരു ഏകദേശം 10 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ശകലം ഉപ്പൂടെ ചേർത്തിട്ട് വഴറ്റുവാണെങ്കിൽ ഇത് നമുക്ക് വേഗം തന്നെ വഴന്ന് കിട്ടുന്നതാണ്. മസാല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ചേർത്തേക്കുന്ന ഒരു 3 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കുരുമുളക്. അതേപോലെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശമൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നത്. ടേക്ക് കെയർ, ബൈ ബൈ.